ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് എന്താ? എന്റെ വീട്ടിൽ സന്തോഷം വേണം, എന്റെ വീട്ടിൽ സമാധാനം വേണം, എന്റെ വീട്ടിൽ റാഹത്ത് വേണം, അല്ലാഹുവിന്റെ റഹ്മത്ത് വേണം, ബറക്കത്ത് വേണം, ഒരുമ വേണം, സന്തോഷം വേണമെന്നാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ ഒരുമയടക്കം, ബറക്കത്തടക്കം, റഹ്മത്തടക്കം ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു വഴി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഖ്ബറനി ജിബ്രീൽ, എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചു തന്നു, അന്നല്ലൈഫ ഇദാ ദഖല ബൈതാഖിൽ മുസ്ലിമി, ഒരു വിരുന്നുകാരൻ ഒരാളുടെ വീട്ടിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ദഖല മഅഹു അൽഫ് ബറക, അവന്റെ കൂടെ 1000 ബറക്കത്ത് കടന്നു വരികയാണ്. നമ്മളെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വന്നു കഴിഞ്ഞാൽ, ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് അവന്റെ കൂടെ 1000 ബറക്കത്ത് കടന്നു വരുമെന്ന് മുത്തുനബി പറയുകയാണ്. തീർന്നിട്ടില്ല, 1000 അള്ളാഹുവിന്റെ കാരുണ്യവും നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മളെ വീട്ടിലേക്ക് അതിഥികൾ വരുന്നത്, വിരുന്നുകാർ വരുന്നത് നമ്മൾ സന്തോഷിക്കണം. കാരണം എന്താ? അവര് വന്നു കഴിഞ്ഞാൽ വലിയ സന്തോഷം നമ്മളെ വീട്ടിലുണ്ടാകും. അങ്ങനെ വിരുന്നുകാർ നമ്മളെ വീട്ടിലേക്ക് വന്നാൽ അവർക്ക് നല്ല സൽക്കാരം ചെയ്തു കൊടുക്കണം. ഒരിക്കലും മുഖം കറുപ്പിക്കരുത്. അവരോട് സ്നേഹത്തോടെ പെരുമാറണം, സന്തോഷത്തോടെ പെരുമാറണമെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ആ വീട്ടുകാരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയാണ്. എന്താ മനസ്സിലാക്കിയത്? എന്ന് പറഞ്ഞാലേ പാപങ്ങൾ പൊറുക്കുന്ന, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞാലേ പാപങ്ങൾ പൊറുക്കുന്ന അല്ല. വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ ആ അതിഥിയെ സൽക്കരിച്ചാൽ നമ്മളെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുമെന്ന് മഹാനായ നബി തങ്ങൾ നമ്മളെ പറയുന്നുണ്ട്. കാനതു ദുനൂബുഹും അക്തറ മിൻ ബാഇൽ ബഹനി വ ഉർആഖിൽ അസ്ജാർ, അവന്റെ പാപങ്ങൾ സമുദ്രത്തിലെ വെള്ളത്തിനേക്കാൾ അധികമായാലും മരങ്ങളുടെ ഇലയേക്കാൾ അവന്റെ പാപങ്ങൾ കൂടുതലാണെങ്കിലും അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കും. ആരുടെ? അതിഥിയെ സൽക്കരിച്ചാൽ, അതിഥിയെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ. മാത്രമല്ല, വഅതാഹുമുല്ലാഹു ബികുല്ലി ലുക്മത്തിൻ യഅകുലു അല്ലൈഫു, നമ്മളെ വീട്ടിൽ വന്നിട്ട് ഒരു വിരുന്നുകാരൻ ഭക്ഷണം കഴിച്ചാൽ ഓരോ ഉരുളക്ക് പകരവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകും. അതുപോലെ തന്നെ മഖ്ബൂലായ ഉംറയുടെ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകുകയാണ്. അപ്പൊ നല്ല ഭക്ഷണം കൊടുക്കണം. എത്രത്തോളം വിരുന്നുകാരൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഓരോ ഉരുളക്കനുസരിച്ചും മഖ്ബൂലായ ഹജ്ജിന്റെ പ്രതിഫലവും അതുപോലെ മഖ്ബൂലായ ഉംറയുടെ പ്രതിഫലവും അല്ലാഹു നമുക്ക് നൽകുകയാണ്. തീർന്നിട്ടില്ല, വബനാലഹും മദീനതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവർക്ക് അല്ലാഹു ഒരു പട്ടണം കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു അതിഥിയെ സൽക്കരിച്ചാലുള്ള ഗുണങ്ങളാണ് മുത്തുനബി എണ്ണി എണ്ണി നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, വമൻ അക്രമൽ ലൈഫ, ഒരാൾ അതിഥിയെ ബഹുമാനിച്ചാൽ, വിരുന്നുകാരനെ ബഹുമാനിച്ചാൽ, ഫകഅന്നമാ അക്രമ 60 നബിയ, 60 നബിമാരെ ബഹുമാനിച്ചതിന് തുല്യമാണ് എന്നാ പറയുന്നത്. അതിഥി ആരും ആകാം, ചിലപ്പോൾ അയൽവാസികളാകാം, അമ്മായി ആകാം, ചിലപ്പോൾ പെങ്ങന്മാരാകാം, അല്ലെങ്കിൽ ഉമ്മി ഉപ്പി ആയിരിക്കും. നമ്മളെ വീട്ടിലില്ല, അവര് അനിയന്റെ വീട്ടിലാണ്, നമ്മളെ വീട്ടിലേക്ക് വിരുന്ന് വന്നിക്കാണ്. അങ്ങനെ വന്നാൽ അവർക്ക് നല്ല സൽക്കാരങ്ങൾ കൊടുക്കണം. അതുപോലെ തന്നെ മറ്റുള്ള കുടുംബക്കാരാരായാലും ശരി, മുഖം നോക്കാതെ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക, നല്ല സൽക്കാരം നൽകുക. എന്നാൽ ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ മുഴുവനും നമ്മളെ വീട്ടിലുണ്ടാകും. 1000 ബറക്കത്തൊക്കെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടൂലേ? 1000 റഹ്മത്ത് നമ്മളെ വീട്ടിൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് അതിഥികൾ വരുമ്പോൾ മുഖം കറുപ്പിക്കരുത്, സ്നേഹത്തോടെ പെരുമാറുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വീട്ടിൽ അല്ലാഹു സമാധാനം നിലനിർത്തി തരട്ടെ, സന്തോഷം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.